Hello, welcome back to my channel. ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ചിക്കനും മട്ടനും ബീഫും ഒന്നല്ല, ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. ഒരുപാട് മസാലപ്പൊടികളൊന്നും ചേർക്കാത്ത നല്ല സിമ്പിളും അതുപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റും ആയിട്ടുള്ള ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണിത്. എൻ്റെ ഫേവറേറ്റ് റെസിപ്പിയാണ്. കണ്ണൂരിൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണിത്. അപ്പോൾ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന് പ്രസ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യമായിട്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 5-6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യാത്തവരാണെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു മീഡിയം സൈസ് സവാള നൈസായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ആക്കി എടുക്കണം. നമ്മൾ ഈ ബിരിയാണിയിലോട്ട് ടോട്ടൽ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിലൊരു സവാളയാണ് ഞാനിപ്പോൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ 4 ഫ്രൈ ആക്കിയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള സവാള മുഴുവനായിട്ടും ഫ്രൈ ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ വെളിച്ചെണ്ണയിലോട്ട് തന്നെ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് കളറ് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലോട്ട് മുന്തിരി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനതിന് കറക്റ്റായിട്ട് അളവ് പറയുന്നില്ല. ഇത് നമുക്ക് ബിരിയാണി ഗാർണിഷ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ ഇതിലോട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മുന്തിരി ഒന്ന് വീർത്ത് വരുന്ന സമയത്തും ചെറുതായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടാകുമ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം. അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടിട്ട് ഇനി ഇതിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. ഇനി ഞാൻ ഈ ഒരു പാനിൽ ഇതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള മസാല റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഓയിൽ ഒരുപാടുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ മാത്രം ആ പാനിൽ വെച്ചിട്ട് ബാക്കി അതിൽ നിന്ന് എടുത്ത് മാറ്റി വെക്കാം. അതേ ഓയിൽ തന്നെയാണ് നമ്മൾ നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അത് അവിടെ മാറ്റി വെക്കാം. ഉള്ളി ഫ്രൈ ചെയ്തിട്ടുള്ള 2 ടേബിൾ സ്പൂൺ ഓയിലും പിന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടായ ശേഷം പിന്നെ ഇതിലോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഏലക്കായും ഗ്രാമ്പു പട്ടയൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. ഇതൊരു 10-15 സെക്കൻഡ് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുമിച്ച് ചതച്ചതാണ്. 1 ഇഞ്ചി വലിപ്പത്തിലുള്ള ഇഞ്ചി, 6-7 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 5-6 പച്ചമുളക്. ഈ ഒരു അളവിലാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2-3 മിനിറ്റ് ഈ ഒരു നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ നമുക്ക് ഇതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതിലോട്ട് ടോട്ടൽ 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ബാക്കിയുള്ള 3 സവാള നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സവാള നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനും എളുപ്പമാവും. സവാള നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസുള്ള തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴറ്റി തക്കാളി ഉടഞ്ഞ് വരുന്ന വിധത്തിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം 2-3 മിനിറ്റൊക്കെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ തക്കാളി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും മസാലപ്പൊടികൾ മാത്രമേ ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ.
ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ആ മസാലയുടെയൊക്കെ ആ പച്ച മണവും ആ ഒരു കുത്തൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പോളം ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് തിളച്ച് തുടങ്ങിയിട്ടാകുമ്പോൾ നമുക്കിതിലോട്ട് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചെമ്മീൻ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ചെമ്മീൻ വൃത്തിയാക്കിയ ശേഷം 2-3 ചെമ്മീൻ്റെ തല കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നല്ല ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തല ചേർത്ത് കൊടുക്കലില്ല എങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കേണ്ട. അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് തല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം, ചെമ്മീനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരുന്നത് വരെ. അപ്പോൾ ഇതാ ചെമ്മീനിലുള്ള വെള്ളമൊക്കെ അത്യാവശ്യം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഈ ചെമ്മീനൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചെമ്മീൻ എപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്തും ചെമ്മീൻ ഒരുപാട് നേരം കുക്ക് ചെയ്യുമ്പോഴാണ് ഒരു റബ്ബർ പോലെ ആയിപ്പോവും. കുറച്ച് നേരം മാത്രമേ ചെമ്മീൻ കുക്ക് ചെയ്തെടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാനൊരു കൈപ്പിടി നിറയെ മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ തന്നെ ഇതിൽ ഒരുപാട് ഗ്രേവി ഉള്ളതായിട്ട് തോന്നുകയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതിലുള്ള ഗ്രേവിയൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് കുറുകി കിട്ടും. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയിൽ നിന്ന് കുറച്ച് ഒരു പകുതി ഭാഗത്തോളം സവാള ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള നന്നായിട്ട് കൈകൊണ്ട് പൊടിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ചെമ്മീൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിയിലോട്ട് വേണ്ട നെയ്ച്ചോറ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് നമ്മൾ നേരത്തെ സവാളൊക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇനി ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഓയിലും 2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഓയിൽ നെയ്യൊക്കെ നന്നായിട്ട് ചൂടായ ശേഷം പിന്നെ ഇതിലോട്ട് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 10-15 സെക്കൻഡ് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ടൊരു അരമുറി സവാള കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് 5-6 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാളയുടെ കളറ് മാറി വരണമെന്നില്ല. സവാള ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലോട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. 3 കപ്പ് റൈസാണ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ജീരകശാല റൈസിന് പകരം ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ജീരകശാല റൈസ് ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അരി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലിട്ടിട്ട് 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് റൈസ് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 4.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന രീതിയിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൽ ഒഴിച്ചിട്ടുള്ള വെള്ളം ഒന്ന് വറ്റി റൈസിൻ്റെ അതേ ലെവലായതിനു ശേഷം ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. നെയ്ച്ചോറിൻ്റെ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും, അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ബാക്കിയുള്ള പാത്രമൊക്കെ ആകുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നന്നായിട്ടെന്ന് പറഞ്ഞാൽ റൈസ് മുഴുവനായിട്ടും കുക്ക് ചെയ്തിട്ട് ഒരു 80% കുക്ക് ചെയ്തെടുത്താൽ മതി. ബാക്കി ദമ്മിൽ കുക്കായിക്കോളും. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ഇത് ദമ്മിടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് റൈസ് എടുത്ത് മാറ്റിയിട്ട് ആ ഗ്യാപ്പുള്ള സ്ഥലത്ത് മസാല ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ രണ്ട് സൈഡിൽ നിന്നും ചോറ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് അതിൽ തന്നെ ദമ്മിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും സെപ്പറേറ്റായിട്ട് ചെയ്യുമ്പോഴൊക്കെ ദമ്മിൻ്റെ അതേ ഒരു ഫ്ലേവർ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ സൈഡിലൊക്കെ മസാല ഇട്ട് കൊടുത്ത ശേഷം പിന്നെ കുറച്ച് മല്ലിയില, ഗരം മസാല, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ ഇതിൻ്റെ മേലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ മുഴുവനായിട്ടും ചേർക്കണമെന്നില്ല. പിന്നെ ഇത് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്തും അതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും എടുത്തു വെക്കാം. ഇനി ബിരിയാണിക്ക് ഒരു കളർ വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിലോ പാലിലോ കുറച്ച് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ യെല്ലോ ഫുഡ് കളറോ മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വെരി ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് ദമ്മ് കയറ്റിയെടുക്കാം. അങ്ങനെ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റൊക്കെ ദമ്മ് കയറ്റി എടുത്തിട്ടുണ്ട്. അത് തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണല്ലോ ഇത്. അപ്പോൾ ഇതുവരെ ഇതുപോലെ ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒരു തവണയെങ്കിലും ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഫാമിലി മെമ്പേഴ്സിനും കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനലിലെ മറ്റ് വീഡിയോസൊക്കെ കണ്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. കൂടെ സപ്പോർട്ട് ചെയ്യുക.